മാച്ചത്ത് രാമൻ നായർ വലിയ വെടി 1 ചെറിയ വെടി 1. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4 ചെറിയ വെടി 4. കൃഷ്ണവിലാസം ബഹിർദമല്ല, വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ. കൃഷ്ണവിലാസം മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. പിള്ളാച്ചന് ശത്രുദോഷത്തിനുള്ള വെടി വഴിപാട് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമെന്നാ ചോദിക്കണേ. പിള്ളേച്ചനാണോ വെടി വഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയലാ പതിവ്. കൃഷ്ണനമ്പൂരി വെടി വഴിപാടാവും വിളിച്ചു പറഞ്ഞോളൂ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വലിയ വെടി 4 ചെറിയ വെടി 4. ഇങ്ങനെ ഒറ്റവെറുപ്പിന് എല്ലാം കൂടി പറഞ്ഞ ഭഗവാനും ഓർമ്മാക്കില്ല കേട്ടോ. വരസേരെ ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടൂറിലും വിളക്കിലും ഒക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. അതെ വരേ, ഇവിടുത്തെ ഓട്ടൂരിലും കിണ്ടിയൊന്നും വേണ്ട മാധവന്. ഞാനൊന്നും മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയം ഉണ്ടോ വരർക്ക്? അല്ല വാരസ്യാരെ, ആ പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ? എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. അതിനെയായിരുന്നു. എന്താ പുരുഷേട്ടാ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തുപോയി. കഷ്ടം. ആരോടും പറയല്ലേ, അമ്പോയിസേരാട്ടാ. മാധവനില്ലേ ഇവിടെ? ആഹാ, നമ്പൂരിച്ചനാണോ? ആ എന്താണോ? പേടിക്കണ്ട, പോലീസായിട്ടല്ല. മാധവനോടൊരു വിവരം അന്വേഷിക്കാനാ വന്നേ. പ്രഭയുടെ കല്യാണം നിശ്ചയിച്ചു കേട്ടോ. വരുന്ന 31-നാ വെച്ചിരിക്കണം. മാലതി പറഞ്ഞു. ഓ, വരന്റെ ജാതക പ്രകാരം ഈ ഇടവത്തിന് മുമ്പായിട്ട് നടത്തണമെന്നുണ്ട് അത്രേ. അതിനിപ്പോ ഇതല്ലാതെ വേറെ മുഹൂർത്തല്ലേ? മാധവ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഓ എന്താ നിലാവ്! തൊണ്ടിമുതൽ വലിച്ചെറിഞ്ഞു. ഇനി അത് പറക്കിയെടുക്കാൻ നാളെ ഞാൻ തന്നെ വരേണ്ടി വരും. ഒരു ചെറിയ മൊന്തയാ നാരായണമേടെ അവിടത്തെ. അതെയോ? വാ, ഒരു കാര്യം പറയട്ടെ. കല്യാണം എത്ര പെട്ടെന്നാവും ഞാൻ നിരീക്ഷിച്ചില്ല. വിചാരിച്ച പോലെ കാശൊന്നും അങ്ങോട്ട് ഒത്തിട്ടില്ലടോ. ഇല്ലത്തിന്റെ ആധാരം വെച്ചാ ഭൂപട ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പക്ഷേ ആധാരം പിള്ളേച്ചന്റെ കയ്യിലിരിക്കുക. കൊടുക്കാനുള്ള കാശ് തീർത്തു കൊടുക്കാതെ അയാൾ ആധാരം തരില്ല. ലോൺ കിട്ടിയിട്ട് തരാന്ന് പറഞ്ഞപ്പോ അതും അയാൾ സമ്മതിച്ചില്ല. നിന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടാവൂ? ഒരാഴ്ചത്തേക്കൊന്നും മറയ്ക്കാനാ. മാലിതയുടെ കല്യാണത്തിന് നീ എന്തെങ്കിലും കരുതിയുണ്ടാവുമല്ലോ. അതിലൊരു കണ്ണ് വെച്ചിട്ടാ ഞാൻ വന്നേ. എത്ര കാശ കൊടുക്കാനുള്ളത്? എനിക്കൊരു 30,000 ഉറുപ്പ്യം കൂടി വേണം. 30,000? 5-10 എങ്ങനെയായിരുന്നു നോക്കായിരുന്നു. ചോദിക്കാവുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു. പോലീസല്ലേ കടം ചോദിക്കണത്, ആരും തരില്ല. ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? നമ്പൂരിച്ചും വിഷമിക്കാതിരിക്കേ, നമുക്കെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. വടക്കോട്ടുള്ള ലൈനിൽ ചെറിയൊരു പണിയുണ്ട്. ഫീസ് ഒന്ന് ഊരണം. ഞാനാ മാധവൻ. എന്റെ കർത്താവെ, ഞാൻ വിചാരിച്ച് കണ്ടടിച്ച് പോയ ഗോപാലനായിരിക്കും. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വെള്ളിയാഴ്ച വരാന്ന് പറഞ്ഞു. പിച്ചുമേയും പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കില്ലേ? എനിക്ക് രാത്രി പണിയുള്ളതാ. എടാ, വടക്കോട്ടിലെ ലൈൻ എന്ന് പറഞ്ഞ എവിടെയാ കേട്ടം? പിള്ളേച്ചന്റെ വീട്ടിലാണോ? അതെ, ഇത് പിടിച്ചേ. എടാ, നീ കൊറേ കാലം കൂടി ഒരു സഹായം ചോദിച്ചല്ലേ, ഇന്നാ ഇത് വെച്ചോ. അത് സാരമില്ല, ഇത് എന്റെ ഒരു സന്തോഷത്തിനാ. ഓ, എന്നായിരിക്കട്ടെ. ഇത് നിന്റെ സന്തോഷത്തിന്. ഇനി എന്റെ സന്തോഷത്തിന് 100 രൂപ തന്നെ. എന്റെ കയ്യിലിപ്പോ ഇതുള്ളൂ. ഞാനിഞ്ഞ് പോയിട്ട് വല്ലതും കെട്ടിയെ കൊണ്ട് തരാം. ഓ, നീ കോപ്പി ഇത് ഒളിച്ചോടെ കിടക്കണ്ട പോയി ഫീസ്. എന്റെ കർത്താവേ, എനിക്ക് നാളെ കാലത്ത് അടിക്കാനുള്ള ഫീസ് ആണല്ലോ ശവമേ നീ ഊരിച്ചും പോയത്. Миша, 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 Миша перепсят. Ваши, 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 ваши перепсят. പഠിച്ച കലാൻ പണി പഠിക്കും കണ്ണാമിന്നേണ്ട. മരക്കണ്ണിലൊരു തിലക്കം കണ്ടാൽ മിണ്ടാൻ പോവേണ്ട. മിഷ, 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 മിഷ.
എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ശാന്തേ, ശാന്തമ്മേ. ആരാ ആരാ ശാന്തേ? അയ്യോ, താക്കോല് എവിടെ പോയി? ശാന്തമ്മേ, എടി ശാന്തമ്മേ, ഉറക്കപ്പിശാച്. താക്കോല് എവിടെ പോയി? താക്കോൽ നമ്പൂരേട്ടാ, ആരത്? ആരത്? ഉറങ്ങ അല്ല, നീ എന്താ ഈ സമയത്ത്? ആധാരം. ഇത് പിള്ളേച്ചൻ എങ്ങനെ? പിള്ളേച്ചൻ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ചോദിക്കാനും പറയുന്നത് ഞാൻ നിന്നില്ല. കാര്യം ഞങ്ങൾ ശത്രുക്കളൊക്കെ ആണെങ്കിലും എന്താണെന്നറിയില്ല, ഉറങ്ങുന്ന ഒരാളെ വിളിച്ചോണത്ത് ശല്യം ചെയ്യുന്ന എനിക്കിഷ്ടല്ല. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി മാധവ. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ രണ്ടാൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നാളെ തന്നെ ബാങ്കിൽ ചെന്ന് ലോണിന്റെ കാര്യം ശരിയാക്കണം. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അയാളുടെ കാശ് തിരിച്ചു കൊടുത്തേക്കണം. നമുക്ക് അയാളുടെ കാശൊന്നും വേണ്ട. എന്താ പിടിച്ച്? എന്തൊക്കെയായാലും ഞാനൊരു പോലീസുകാരനല്ലടാ. എന്നാ പിന്നെ പോലീസുകാരനെ നിങ്ങളുടെ അറസ്റ്റ് ചെയ്യും. അല്ല പിന്നെ പോലീസുകാരനായ കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം. ഇതൊരു മാതിരി പേടിത്തൂരി പോലീസ്. അതെ, പ്രഭയുടെ കല്യാണം ഈ ചേക്ക് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മാതിരി അടിപൊളിയായിട്ട് നടത്തണം. ആ, അതൊക്കെ പോട്ടെ, നീ എങ്ങനെ അകത്ത് വന്നു? കള്ളൻ കാറ്റിനെ പോലെയാണ്, എവിടെയും എത്തും. ഒറ്റ വ്യത്യാസമുള്ളൂ, കാറ്റിന് ഉടൽക്കേണ്ട ആവശ്യമില്ല.